ഹലോ എവ്രിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ്ങും കാര്യങ്ങളൊന്നല്ല. ഇന്നൊരു ചെറിയൊരു ടോപ്പിക്, അതായത് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചു. അപ്പം എന്താണ് മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ഏതെല്ലാം ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊന്നല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് ഈ ടോപ്പിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവാത്തത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ അഡ്വൈസോ അങ്ങനെ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. ഇപ്പം എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കുന്നവരാണെങ്കിലും ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പഠിക്കൂ എന്നാണ്. അതായത് എന്ത് ക്രൈസിസ് ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ, അതിപ്പം ഫിനാൻഷ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണം. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കൂ എന്ന്. അപ്പൊ അവരെന്നോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കാറുണ്ട്, എന്ത് മാനിഫെസ്റ്റേഷൻ ആണ് ചെയ്യേണ്ടത്, അതായത് ഏത് ടെക്നിക്സ് ആണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട്, ചിലരനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഒന്നും കിട്ടാത്തവരാണ്. ഓക്കെ. അപ്പൊ ഏത് ടെക്നിക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലാണ് നമ്മൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എന്ന രീതിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താ പറയാ, ഇതൊക്കെ ചിലർക്ക് മാത്രമാണോ വർക്ക് ആവുന്നത്, നമ്മളൊന്നും ചെയ്ത വർക്ക് ആവില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അവർക്കായിട്ടുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓഫ് ആൾക്കാർക്ക് വർക്കാവും എന്നല്ല, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വർക്കാവുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് ചിലർ മാത്രമാണ് ആ ഒരു പവർ മനസ്സിലാക്കുന്നത് എന്ന് മാത്രം. അതായത് വലിയ വലിയ പവറും അല്ലെങ്കിൽ വലിയ എന്താ പറയാ ഒരുപാട് ഫോർമുലാസും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ട്രസ്റ്റ് ചെയ്യുക എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതാണ് ട്ടോ ഏറ്റവും വലിയൊരു പോയിന്റ്. അതായത് ഫസ്റ്റ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക. ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി, ഓക്കെ, അതിന്റെ 100% റിസൾട്ട് കിട്ടി എന്നതാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ എടുക്കുകയാണെങ്കിലും, അതിൽ ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഏതെങ്കിലും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് വേണം ചെയ്യാനെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടെക്നിക്സ് ഒക്കെ കാണാപ്പാഠം പഠിക്കും, എന്നിട്ട് നമ്മൾ ആ കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ ആലോചിക്കും, അയ്യോ ഇതിന് വർക്ക് ആവോ, വർക്ക് ആവില്ലേ, അല്ലെ? അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് തുടങ്ങി, അതായത് ഇത് എന്നാണ് വർക്ക് ആവുന്നത്. അതായത് ഇപ്പം വീഡിയോസിൽ പറയുന്നുണ്ടായിരിക്കും 21 ഡേയ്സ് ആയിരിക്കും. ഈ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇതെന്താ വർക്ക് ആവാത്തത്, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ചിന്തിച്ച് പിന്നെ അടുത്ത മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ട്രൈ ചെയ്ത് തുടങ്ങി, അതും വർക്ക് ആവുന്നില്ല. അപ്പൊ പിന്നെ ടെൻഷനായി, പിന്നെ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് വർക്ക് ആവില്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ആൾക്കാരിൽ മാത്രം വർക്ക് ആവുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ എന്ത് ചെയ്താലും പിന്നെ വർക്ക് ആവില്ല, നമ്മളും ചെയ്യില്ല. ഓക്കെ. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ട്രസ്റ്റോട് കൂടി വേണം ചെയ്യാൻ ഏതൊരു കാര്യമാണെങ്കിലും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് ടെക്നിക്കാണ് നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടെക്നിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏതാണ് പവർഫുൾ, ഏതാണ് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ 21 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമലി ഒരു പേഴ്സന്റെ ക്യാരക്ടർ ചേഞ്ച് ആവാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ശീലം നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി വരുന്ന ഒരു ഡേയ്സ് ആണ് 21 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അത് നമ്മളൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറഞ്ഞത്. ചിലപ്പോ ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ വേണ്ടി വന്നേക്കാം. ഓക്കെ. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഏതാണ് ഏറ്റവും പവർഫുൾ, അല്ലെങ്കിൽ ഇത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അത്ര പവർഫുൾ അല്ല, ഇത് റിസൾട്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്നോട് ഏത് ടെക്നിക്കാണ് ഏറ്റവും പവർഫുൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഞാൻ പറയാം വിഷ്വലൈസേഷൻ ആയിരിക്കും. കാരണം എനിക്ക് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി ഞാൻ ഇരുന്നോർത്തിരുന്ന് വിഷ്വലൈസേഷൻ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ അതേപോലെ ആയിരിക്കില്ല എന്റെ ഫ്രണ്ടിന്.
മേ ബി ആൾക്ക് ചിലപ്പോൾ അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുക. മേ ബി ആൾക്ക് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങിലൂടെ ആയിരിക്കാം ആൾക്ക് ഏറ്റവും സുഖമായിട്ട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു തത്തമ്മയെ പിടിച്ചിട്ട് പറയാണ് തത്തമ്മയെ പൂച്ച പൂച്ച, തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയാന്ന് വിചാരിച്ചോ, പറയിപ്പിക്കാന്ന് വിചാരിച്ചോ. തത്തമ്മ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തോ അതേപോലെ തത്തമ്മ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അത് എന്നെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ തത്തമ്മയ്ക്ക് അറിയില്ല തത്തമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പൂച്ച എന്ന് പറഞ്ഞത് എന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ തത്തമ്മേനെ പൂച്ചേനെ കൊണ്ട് പേടിപ്പിക്കാനാണ് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തത്തമ്മ എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ അതേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അത് തന്നെയാണ് നിങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. അതായത് നിങ്ങൾ ജസ്റ്റ് ഞാൻ എന്താണ് പഠിപ്പിച്ചു തന്നത് അത് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ ഒരു ഫീലോ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണ് ഒരു കാര്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മൾ പറയുമല്ലോ ഫീൽ ചെയ്യണം, നല്ല എക്സ്പ്രഷൻ, അതായത് ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ നിന്ന് വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് നടക്കാന്ന്. അപ്പൊ അതെന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് തത്തമ്മയും പൂച്ച പൂച്ച എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുക, എന്തായിരിക്കും തത്തമ്മയ്ക്ക് പിന്നെ പൂച്ചനെ കാണുമ്പോൾ പേടിയാവും, അല്ലേ? അപ്പം നമ്മൾ ഏതൊരു ടെക്നിക്ക് യൂസ് ചെയ്തോ അത് അതിന്റെ പൂർണ്ണ രൂപത്തോടു കൂടി അല്ലെങ്കിൽ ഭാവത്തോടു കൂടി നിങ്ങളത് അംഗീകരിച്ചുകൊണ്ട് അത് ചെയ്യാൻ ശീലിക്കണം. അത് ഒരിക്കലും ഒരാളെ കോപ്പി ചെയ്തുകൊണ്ടോ, അതായത് മറ്റേ ആൾക്ക് അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അതേ കാര്യം എന്നിലും വർക്ക് ആവണമെന്നില്ല. അതിന് ഞാൻ എക്സ്പ്ലോർ ചെയ്യണം തന്നെ, എനിക്ക് എന്നെ മനസ്സിലാവണം. മനസ്സിലായോ? അപ്പോഴാണ് ആ ടെക്നിക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് തരുന്നത്. അതേപോലെ ഏത് ടെക്നിക്ക് യൂസ് ചെയ്താലും ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ട്രസ്റ്റോട് കൂടി അത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സമയം കാര്യങ്ങളൊന്നും എടുക്കില്ല, പെട്ടെന്ന് അത് വർക്കാവും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചേസ് ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തു ഒരു കാര്യം, നമ്മുടെ 100% നമ്മുടെ എഫേർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി അതിന്റെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇന്നൊരു ടൈം, അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ഇത്രയും മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അതിന് റിഗ്രറ്റ് ഇല്ലാതിരിക്കണം ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതിന്റെ മാക്സിമം, അപ്പൊ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിലാണെങ്കിൽ മാക്സിമം ഇമോഷൻസ് അല്ലെങ്കിൽ അതിന്റെ പോസിറ്റിവിറ്റി, അതായത് ട്രസ്റ്റോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ ഈ കാര്യം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നാളെ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ ഒരു കാര്യം, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് ഇത്ര രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാനത് ഫുൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കരുത്. അതായത് ഇനി ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഇനിയിപ്പോ റിസൾട്ട് വരില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും ഓടാണ്, പിന്നെ അടുത്ത റീഡിങ് എടുക്കാൻ ഓടലായി, അല്ലെങ്കിൽ ഇനിയിപ്പം പിന്നെ നമ്മൾ എവിടെ നിന്നാണ് കോഴ്സ് എടുത്തത് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് കണ്ടത്, അപ്പൊ അതൊന്നെങ്കിൽ അവർ പറഞ്ഞ മിസ്റ്റേക്സ് ആണോ? മാനിഫെസ്റ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. മനസ്സിലായോ? നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ട് ആ കാര്യം ചെയ്യുന്നത്, ആ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കിയ എന്റെ അനുഭവത്തിലൊന്നും പറയണ്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടെയുള്ളൂ, എന്തായാലും കുറയില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ടൈം നിങ്ങൾ ടെക്നിക്ക് യൂസ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഇത് ശരിയാവുന്നില്ല, റിഗ്രറ്റ് അടിക്കുകയാണ്, നിങ്ങൾ ആ അതേ കാര്യം ഒരു വട്ടം കൂടി നിങ്ങൾ ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നിടത്തോളം വരെ നിങ്ങൾ ട്രൈ ചെയ്യണം. അതെന്തിനാ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത്, അതായത് നിങ്ങൾക്ക് അതിന് ശേഷമേ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം പറയൂ കേട്ടോ, ഇത് മാനിഫെസ്റ്റേഷൻ വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, ഇനിയിപ്പോ ഈ വീഡിയോയിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാം, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും. അതേപോലെ റീഡിങ്ങും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അതായത് കഴിയുന്നതും നിങ്ങൾ കോള് ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷമായിരിക്കും
റീഡിംഗ് തരാൻ സാധിക്കുക. അപ്പൊ നിങ്ങൾ കോൾ ചെയ്ത് ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ ഞാൻ തന്നിരിക്കും. ഓക്കെ. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.